ഒറ്റ വാക്കി പറയാം. യേശുദാസന്റെ കണ്ഠത്തിൽ ദൈവം ഒന്ന് തൊട്ടു. ഈ കവിത ജനിക്കുന്നത് ആഹ്ലാദത്തിൽ നിന്നല്ല, ദുഃഖത്തിൽ നിന്നാണ്. നിർമ്മിച്ച കൈകളാൽ തന്നെ നിൻ പൊന്മകൻ പിന്നെ ആ പൂക്കളം മായ്ച്ചു. ഉണ്ണിതൽ സ്ഥാനത്ത് നീയായി, പൂക്കളം എൻ നഷ്ട യൗവനമായി. ഇതുപോലെയാണ് നീ എൻ്റെ യൗവനം തകർത്തത്. ഇപ്പോൾ സാർ ഈ ഓണക്കാലത്തെക്കുറിച്ച് പറഞ്ഞു, ഓണപ്പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു. അതിൽ അറിയാതെ കടന്നു വരുന്ന, അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്ന ജീവിതത്തിൻ്റെ ആ ഒരു പിന്നിട്ട കാലം, ഈ ഉത്രാട പുതുലാവ്, ഒപ്പം ഈ ഒരു നുള്ള് കാക്കപ്പൂ കടം തരുമോ, അതിലൊക്കെയും പ്രണയം കടന്നു വരുന്നുണ്ട്. പക്ഷേ പ്രണയമാണെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു ഓണപ്പാട്ടായിട്ടാണ് തോന്നുക. പക്ഷേ അതിൽ ഒളിപ്പിച്ച അർത്ഥകല്പമായ പറഞ്ഞല്ലോ, അതെ, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു സങ്കല്പം ഉണ്ടാവും. ഞാനപ്പോൾ ഒരു കാമുകനായി മാറും. കാമുകനായി മാറുമെന്ന് മാത്രമേ, അത് ഒരു പരകായ പ്രവേശമാണ്. എൻ്റെ മാറി ഞാൻ ആ ദുഃഖം അനുഭവിക്കും. ഉണ്ണിക്കരങ്ങളാൽ പൂക്കളം തീർക്കും നിന്നുണ്ണിയെ ഞാനിന്ന് കണ്ടു എന്നൊരു പാട്ടുമുണ്ട്. അതെ, അത് ഇതേപോലെയാണ്. കാരണം പിരിഞ്ഞുപോയ കാമുകി ഭാര്യയാണ്. അപ്പോൾ ഓണത്തിന് ഒന്നും അറിയാതെ ബന്ധുവായ അയാൾ ഈ വീട്ടിൽ വരികയാണ്. അപ്പോൾ കാണുന്നത് എന്താ, അവളുടെ കുഞ്ഞ് ഓണപ്പൂക്കൾ ഇടുന്നതാണ്, ഓണപ്പൂ ഇട്ടുകൊണ്ടിരിക്കുക. അവനെ ആദ്യം കാണുന്നത്. അല്ല, പുതിയ പടിപ്പുര താണ്ടി ഞാൻ നിൻമുറ്റം. പിന്നെ ഞാൻ പ്രയോഗിക്കുമ്പോൾ വളരെ സെൻസിറ്റീവ് ചില പുതിയ പടിപ്പുര മാറി, അവളുടെ മനസ്സും മാറി, പുതിയതായി. മനസ്സിലായി. പുതിയ പടിപ്പുര താണ്ടി ഞാൻ നിൻമുറ്റത്ത് അതിഥിയെപ്പോൽ വന്നു നിന്നു. മണ്ണിൽ മനസ്സിലെ ഓർമ്മകൾ പോൽ നിൻ പാദഭംഗി കൊഴിഞ്ഞു കിടന്നു. കാരണം അവളുടെ പാൽപാദങ്ങൾ തിരിച്ചറിയും. മണ്ണിൽ അവളുടെ കാൽപാദങ്ങളുടെ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അവൾ അകത്തുണ്ടെന്ന് മനസ്സിലായി. അവൾ വന്നിട്ടുണ്ട്, ഓണത്തിന് അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ആളുകൾ ഇഷ്ടപ്പെട്ടത്. കാരണം ഇതൊക്കെ എൻ്റെ അനുഭവം പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിത് വിഷ്വലൈസ് ചെയ്യാണ്. ഞാൻ ആ കഥാപാത്രമായിട്ട് മാറുകയാണ്. ബാക്കിയെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ അതിന് അവസാനം വെച്ചാൽ ഈ ഒരു പ്രേമകഥ 2 വരി പറയുന്നുണ്ട്. അവസാനം ഇപ്പോൾ എന്താ വെച്ചാൽ, നിർമ്മിച്ച കൈകളാൽ തന്നെ നിൻ പൊന്മകൻ പിന്നെ ആ പൂക്കളം മായ്ച്ചു. അവൻ വളരെ പ്രയാസപ്പെട്ട പൂക്കളം അവൻ ഇഷ്ടപ്പെടാതെ അവൻ തല്ലി. നിർമ്മിച്ച കൈകളാൽ തന്നെ ആ പൂക്കളം പിന്നെ പൊന്മകൻ മായ്ച്ചു. ഉണ്ണിതൽ സ്ഥാനത്ത് നീയായി, പൂക്കളം എൻ നഷ്ട യൗവനമായി. ഇതുപോലെയാണ് നീ എൻ്റെ യൗവനം തകർത്തത്. അതിൻ്റെ മകനിപ്പോൾ ചെയ്യുന്നു. അത് ശരി. ആ ഒരു അർത്ഥതലം കൂടി അതിന്. അതാണ്. അപ്പം നമ്മൾ ഇത് എൻ്റെ പല പാട്ടുകളും അതിൻ്റെ ബാഹ്യാർത്ഥം മാത്രം അറിഞ്ഞാൽ പോരാ. ഇതുപോലെ അനലൈസ് ചെയ്യുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള അനവധി അർത്ഥങ്ങൾ അതിനകത്തുണ്ടാകും. അത് ഞാൻ വിശദീകരിച്ച് അതുകൊണ്ടാണ്. കാരണം ഈ ഒരു തലയിൽ പലരും കണ്ടു കാണില്ല. അപ്പോൾ നിർമ്മിച്ച കൈകളാൽ തന്നെ നിൻ പൊന്മകൻ പിന്നെ ആ പൂക്കളം മായ്ച്ചു. ഉണ്ണിതൻ സ്ഥാനത്ത് നീയായി, പൂക്കളം എൻ നഷ്ടവിവനമായി. ഇതുപോലെയാണ് എൻ്റെ നഷ്ടവിവനം. നീ തന്നെ സൃഷ്ടിച്ചിട്ട് നീ തന്നെ കളഞ്ഞു. അതേപോലെ ഈ ഉത്രാട പൂനിലാവേ, ആ ഒരു പാട്ടിൻ്റെ ആ ഒരു കമ്പോസിങ് വേളയിലൊക്കെ ആ കുട്ടികളുടെ ആ ഒരു അവസ്ഥ സാരം പറഞ്ഞത്. ഉത്രാട പൂനിലാവേ വാ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സോഷ്യലിസ്റ്റിക് ആശയത്തോടൊക്കെ എനിക്ക് യോജിപ്പുണ്ടെങ്കിലും വയലാറിനെ പോലെ ONV പോലെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കവിയല്ല. ആരും അംഗീകരിച്ചിട്ടുമില്ല. കമ്മ്യൂണിസ്റ്റ് പോലും അംഗീകരിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് കവിയായിട്ട്. അപ്പോൾ പക്ഷേ കമ്മ്യൂണിസം എഴുതാൻ കമ്മ്യൂണിസ്റ്റ് ആവണ്ട എന്ന് തെളിവാണ് പാട്ട്. അനുഭവങ്ങൾ. അതെ, കാരണം ഈ ഓണം വരുന്നു, എല്ലാവരും ആഘോഷിക്കുന്നു, എല്ലാ മുറ്റങ്ങളിലും പൂവിടുന്നു. അപ്പോൾ ഉത്രാട പൂനിലാവെ വിളിച്ച് ഞാനും അത് ആഘോഷിക്കുന്നവർ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, പൂവിടാൻ മുറ്റമില്ലാത്ത എത്രയോ പേരുണ്ട്. ശരിയാ. സ്വന്തം മുറ്റം വേണ്ട പൂവിടാൻ, വല്ലവൻ്റെ വീട്ടിൽ പോയി പൂവിടാൻ പറ്റും. അപ്പോൾ പൂവിടാൻ മുറ്റമില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്, പാവം കുട്ടികൾ. തെരുവിൽ ഉറങ്ങുന്ന എത്ര കുട്ടികളുണ്ട് ഓണത്തിനും. തിരുവോണത്തിനും തെരുവിൽ ഉറങ്ങുന്ന എത്ര കുട്ടികളുണ്ട്. നല്ല ഭക്ഷണം കിട്ടാത്ത. അപ്പോൾ തിരുവോണത്തിന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട അവരെ പറ്റിയാണ് എന്ന ഉള്ളൊരു ആശയം, ഒരു ആഹ്വാനം പറഞ്ഞിരിക്കാൻ പാടില്ല. കാരണം ഇത് തിരുവോണത്തിന് കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്ക് ആഗ്രഹമുണ്ട് കോടി കൊടുക്കണമെന്ന്. അവർക്ക് ആരും കൊടുക്കും കോടി, എങ്ങനെ കൊടുക്കും?
തിരുവോണത്തിന് കോടി കൊടുക്കാൻ കൊതിക്കുന്നു തിരുവിൻ മക്കൾ. അവർക്കില്ല പൂമറ്റങ്ങൾ പൂനിരത്തുവാൻ. അവർക്കും പൂനിരത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് മുറ്റമില്ല നിർത്താൻ. വയറിൻ്റെ രാഗം കേട്ടി മയങ്ങുന്ന വാമനന്മാർ. വയറിൻ്റെ രാഗമാണ് അവർ കേൾക്കുന്നത്, വിശപ്പ്. അവർക്ക് അതേ ഉള്ളൂ. വയറിൻ്റെ രാഗം കേട്ടി മയങ്ങുന്ന വാമനന്മാർ. വാമനന്മാർ എന്ന പ്രയോഗം ശ്രദ്ധിക്കണം. വാമനന്മാർ കുട്ടികൾ അവർക്ക് ഓണക്കൂടിയായി നീ വാ. കാരണം നിലാവിനോട് പറയുന്നേ, നീ വന്ന് അവരെ പതപ്പിക്കുക. കാരണം നിലാവിനേക്കാൾ സൗന്ദര്യമുള്ളൊരു ഇതല്ലല്ലോ. അപ്പോൾ ഈ തെരുവ് തണ്ടേ കിടക്കുമ്പോൾ നീ ഒരു ഓണക്കൂടി, നീ വന്ന ഓണക്കൂടിയായിട്ട് അവർക്ക് ഓണക്കൂടിയായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് കവികൾ പോലും ഇത്ര വലിയ കമ്മ്യൂണിസ്റ്റ് എഴുതിയിട്ടില്ല, അത് ഈ വിശ്വാസം. അതെ, ശരിയാണ്. അപ്പോൾ ഇത് എഴുതുന്ന എന്നല്ല, അത് എൻ്റെ സമഭാവനയിൽ നിന്ന് വരുന്ന വരികൾ. കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഓണത്തിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, എനിക്ക് ഓണം മിച്ചമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഓണക്കാലത്തെ ദുഃഖങ്ങളെക്കുറിച്ച് പറയുന്നു. എന്നേക്കാൾ ദുഃഖം അനുഭവിക്കുന്നവരുണ്ടല്ലോ എത്രയോ പേര്, അതെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പം അത് ഈ പിന്നെ വാമനൻ എന്നുള്ള പ്രയോഗം, ഇപ്പോഴവർ ഉയരം കുറഞ്ഞ വാമനന്മാരാണ്. പക്ഷേ വാമനൻ എന്താ ചെയ്തത്? മഹാബലിയുടെ തലയിൽ ചവിട്ടി. അപ്പോൾ സൂക്ഷിക്കണം, യുവമാർ നാളെ നിങ്ങളുടെ തലയിൽ ചവിട്ടും. അത്രയും ഉയർച്ചകളിലേക്ക്. അങ്ങനെ ഒരു ഡീപ്പ് മീനിങ് ഉണ്ട്. വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ, അല്ലെ വാമനാൻ നിർവഹിക്കുന്നത് കുട്ടികളുടെ എഴുതുമ്പോൾ. വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ അവർക്ക് കൂടെ കൂടിയത്. വാമനന്മാരാണ് ഇവരെ സൂക്ഷിക്കണം. വാമനൻ ഒരു നിഷ്പത്തി 3 ചുവട് കൊണ്ട് അളന്ന് അവസാനം എൻ്റെ സ്വത്ത് കൊണ്ട് അടിച്ചു മാറ്റി എന്ന് പറയും. അത് ഇതിനേക്കാളൊരു സന്ദേശമുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് വെറും ഒരു പാട്ടല്ലത്. അതെ അതെ. പക്ഷേ ഈ പാട്ട് എഴുതിയപ്പോഴും ഈ രവീന്ദ്ര മാഷ്ക്കൊക്കെ അത് ആദ്യം ഒന്ന് ഉൾക്കൊള്ളാൻ, അല്ലേ, ഈ ഒരു അർത്ഥം ഉൾക്കൊള്ളാൻ ഒരു മടിയുണ്ടായിരുന്നോ? ഇതിൻ്റെ ഒരു സംഗീതം കമ്പോസിങ് ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ഓണത്തിൻ്റെ ഒരു വരികൾക്കിടയിൽ ഈ ഒരു കുട്ടികൾ അല്ല, അത് ഓണപ്പാട്ടുകൾ എല്ലാം എഴുതി വന്നപ്പോൾ എനിക്ക് ആ ഉത്രാട പൂതിരാവേ വാ എന്നുള്ള പാട്ട്, അത് ഉത്രാട പൂതിരാവേ വാ എന്നുള്ള പാട്ട്, അതിൽ ഈ ഞാനും രവീന്ദ്രനും കൂടെ ചെയ്യുന്ന ആദ്യത്തെ പാട്ടാണ്. അപ്പം അത് ഈ തരംഗടി, യേശുദാസിൻ്റെ തരംഗടിയിൽ ഏറ്റവും കൂടുതൽ വിറ്റ കാസറ്റ് അതാണ്, ഉത്രാട പൂതിരാവേ. അതിനകത്ത് എല്ലാ പാട്ടുകളും, എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നത്തെ സന്നിധിയായിരുന്നു, എള്ളെണ്ണം പത്താൻ വേണം പൊങ്ങുന്നിൻ കൂന്തലിൽ പുലുകി പടർന്നതിനാൽ, ഇങ്ങനെ അനവധി പാട്ടുകൾ ഒരുപാട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, സാർ ഞാൻ ട്യൂൺ തരാം, അതനുസരിച്ച് സാർ എഴുതിയാൽ നന്നായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ട്യൂൺ അനുസരിച്ച് എഴുതാം. സലീൽ ചൗധരിയുടെ ഇളയരാജയുടെ പാട്ട് ട്യൂൺ വെച്ച് എഴുതുന്നത്, ശ്യാമിൻ്റെ പാട്ട് ട്യൂൺ വെച്ച് എഴുതുന്നത്. അവർക്കൊന്നും ട്യൂൺ അറിഞ്ഞുകൂടാ, മലയാളം അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾ മലയാളിയാണ്, നമുക്കൊരു കോംപ്രമൈസ്. പകുതി പാട്ടുകൾ നിങ്ങൾ ട്യൂൺ ചെയ്യുക, ഞാൻ ചെയ്താൽ പകുതി പാട്ട് എഴുതുന്നതാണ് ട്യൂൺ ചെയ്യണം. ഉത്രാട പൂതിരാവേ ഞാൻ എഴുതിയ ശേഷം ട്യൂൺ ചെയ്തതാണ്. ഒരു നുള്ളു കാക്കപ്പൂ തരുവ ട്യൂൺ വെച്ച് എഴുതുക. അപ്പം രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. തനന 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 എന്ന് പാടുന്നപ്പം ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ, അങ്ങനെ ട്യൂൺ വെച്ച് എഴുതിയതാണ്. പിന്നെ അതുപോലെ രവീന്ദ്രൻ ട്യൂൺ തന്നിട്ട് എഴുതിയാണ്, എൻ ഹൃദയപ്പൂത്താലം നിറയെ നിറയെ മലർവാരി നിറച്ചു വരുമോ രാജാവേ പൂക്കണി കാണാൻ എണ്ണും. അപ്പം ഇത് എൻ ഹൃദയപ്പൂത്താലം നിറയെ നിറയെ, അത് ട്യൂൺ വെച്ചാലും ഇങ്ങനെ വരും. ട്യൂൺ തന്നാലേ അങ്ങനെ വരും. അപ്പം ട്യൂൺ തരുന്നതുകൊണ്ട് ചില മെച്ചങ്ങളുണ്ട്. ട്യൂൺ തന്നാലേ ആ നിറയെ നിറയെന്ന് മാറ്റം പറ്റുള്ളൂ. ഞാൻ എഴുതുവാൻ എഴുതില്ല, ഞാൻ വൃത്തത്തിലായിരിക്കും എഴുതുന്നത്. ആ രീതിയിലാണ്. അപ്പം അങ്ങനെ അത് പാട്ടുകളെല്ലാം ഹൈലൈറ്റ് ആവാൻ കാരണം ഞാനും രവീന്ദ്രനും തമ്മിലുള്ള ആദ്യത്തെ ഒരു കൂട്ടുമുട്ടൽ വളരെ വലിയ വിജയമായി. അത് തന്നെ വലിയ ഹിറ്റായി, വലിയ വിജയമായി. അത് പിന്നെ എൻ്റെ ഒരുപാട് ഇപ്പം ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോരോ ഉജ്ജരിച്ചൊക്കെ രവീന്ദ്രനെ ചെയ്തത്. പാടാം നോക്ക് പാടാം ആ പട്ടകരി ചെയ്തു. പക്ഷേ ഞാൻ പറയുന്നത് ഓണത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, ഓണത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എൻ്റെ അനുഭവങ്ങളാക്കി മാറ്റിയതാണ്. ഇപ്പോൾ സാറ് തിരുവോണം എന്ന പേരിൽ ഒരു സിനിമ തന്നെ 1975 സംവിധാനം ചെയ്തു. അതിൽ നിന്ന് തന്നെ തിരുവോണത്തോടുള്ള എൻ്റെ ഒരു അടുപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതെ അതെ, ആ ഒരു ടൈറ്റിൽ തന്നെ സിനിമ എടുത്തു. അതിൻ്റെ ഒരു ഷൂട്ടിംഗ് വേളയിൽ സഹോദരൻ്റെ ഒരു അനുഭവം കൂടി ഉണ്ടല്ലോ, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പ്രേം നസീർ സാറും ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, ആവർത്തനമാണെങ്കിലും തിരുവോണം എന്ന സിനിമയുടെ പ്രത്യേകത, പ്രേം നസീറും കമൽഹാസനും ഒരേ ഒരു പടത്തിലെ ഒരുമിച്ച് അഭിനയിച്ചു. അത് തിരുവോണമാണ്. നിർഭാഗ്യവശാൽ നെഗറ്റീവ് ഉരുകിപ്പോയി. ലബോറട്ടറിക്കാർ അത് AC-യിൽ വെക്കാത്തതുകൊണ്ട്, AC റൂമിൽ വെക്കണം. AC റൂമിൽ വെക്കാത്തതുകൊണ്ട് അവർ
കറണ്ട് ലാഭിക്കാൻ വേണ്ടി AC ഇടാത്ത കാരണം അത് ഉരുകിപ്പോയി. ആ നെഗറ്റീവ് ഇനി ഒരിക്കലും ആ സിനിമ കാണാൻ പറ്റില്ല. അതെ, ഒരു ലബോറട്ടറിക്കാരൻ്റെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും നഷ്ടപ്പെട്ടു ഒരു സിനിമയായിരുന്നു. നമ്മുടെ ഒരു വലിയ നഷ്ടം. അതെ. അതിലെ പാട്ടുകൾ എല്ലാം തിരുവോണപ്പുല്ലും തിരുമുൽക്കാഴ്ച തിരുവോണത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പാട്ട് അതിനകത്ത് ശാരദ പാടുന്നതാണ് സിനിമയിൽ. പിന്നെ നമ്മുടെ വാണിജ്യറാം ആണ് മലയാളത്തിൽ പാടുന്ന രണ്ടാമത്തെ പാട്ട്. തിരുവോണപ്പുല്ലും തിരുമുൽക്കാഴ്ച പോകാൻ തിരുമുറ്റ പണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ള സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അപ്പം ഇന്നും അത് എന്നും ഇപ്പോൾ തിരുവോണത്തിന് ആ പാട്ട് വയ്ക്കാതിരിക്കില്ല. എവിടെയാണെങ്കിലും ആ പാട്ട് ഒന്നിൽ ബൈക്കിക്കാൽ റേഡിയോയിലേക്ക് എന്തായാലും വെച്ചാൽ. അതുപോലെ പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ടും വയ്ക്കാതിരിക്കില്ല. അതെ, ഞാനും സലിച്ചൗധരിയും കൂടി ചേർന്ന് ചെയ്ത പാട്ടാണ്. അപ്പോൾ അത് അതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ നിറഞ്ഞൊക്കെ. ഈ കവിത ജനിക്കുന്നത് ആഹ്ലാദത്തിൽ നിന്നല്ല, ദുഃഖത്തിൽ നിന്നാണ്. മറക്കരുതാണ്. കാരണം ആദ്യ കാവ്യം ഉണ്ടായത് എങ്ങനെയാണ്? ആഹ്ലാദമല്ല കവിത, ദുഃഖമാണ് കവിത. ഒരു പക്ഷേ ഇന്നത്തെ ഇപ്പോൾ സാറ് പറഞ്ഞു ഇപ്പോഴും ഈ സാറിൻ്റെ ഓണം വരുമ്പോഴും ഏത് നമ്മുടെ ഉത്സവം വരുമ്പോഴും സാറിൻ്റെ കവിതകളും ഗാനങ്ങളുമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് ഗാനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ അത് 1-2 പ്രാവശ്യം കേട്ട് പിന്നെ നമ്മളത് കളയുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇവർക്കൊന്നും ആ ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നാണ്, അനുഭവത്തിൻ്റെ ഒരു ഊർജ്ജം ഇല്ലാത്തത് കൊണ്ടായിരിക്കും തീവ്രത. തീർച്ചയായിട്ടും ഒരു കലാസൃഷ്ടിയെ ദീർഘ ആയുസ് നൽകും. കലാസൃഷ്ടി ദീർഘായുസ് നൽകുക ഉറപ്പാണ്. കാരണം നമുക്ക് എഴുതുന്നതിനുള്ള ആത്മാർത്ഥത, നമ്മൾ എഴുതുന്നത് എന്താണ് അതിനോടുള്ള ആത്മാർത്ഥത, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവമാവുമ്പോൾ അത് ആത്മാർത്ഥമാണത്. കാരണം ആത്മാവിൻ്റെ ഭാഗമാണ്, നിങ്ങളുടെ അനുഭവമാണ് എഴുതുന്നത്. അത് അനുഭവം പോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഓർമ്മകൾ, ഏറ്റവും അടുത്ത വ്യക്തികളുടെ അനുഭവങ്ങൾ, അത് നമ്മുടെ ഓർമ്മകളുണ്ടാവും. അപ്പം അങ്ങനെ ഇതൊക്കെ എഴുതുമ്പോഴാണ്. ഉദാഹരണമായിട്ട് കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കടൽ പറ്റി കരയാകും, കര പിന്നെ കടലാകും, കഥയിൽ തുറന്നു വരും. എൻ്റെ ഒരു പാട്ടാണ്. അതിൽ കടൽ മാറി കരയാകും. സുനാമി വന്നപ്പോൾ സംഭവം സത്യമായില്ലേ? സത്യമായി. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ, കവി അറിയാതെ തന്നെ ചില കാര്യങ്ങൾ ദീർഘദർശനം നടത്തും. കാലത്തിന് മുന്നേ പറയുന്നത് അതാണ് കവിയുടെ ഒരു ഇതാണ്. അപ്പോൾ ഈ കാലം മാറിയവരും കാറ്റ് ഗതി മാറും, കരപറ്റി കടലാകും, അഭയാർത്ഥി സംഘങ്ങൾ അജയ്യരെ വീരും, അരമനക്കോട്ടകൾ തകരും, അടിമതൻ കണ്ണിൽ ഇന്നെരിയുന്ന നൊമ്പരം അഗ്നിനക്ഷത്രമായി വിടരുന്ന ആൾ. ഇതൊക്കെ ശരിക്കും വിപ്ലവഗാനങ്ങളാണ്. പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് കുടി പിടിക്കുന്നില്ല, അവരുടെയൊക്കെ ഒരു സഹായം ചോദിക്കുന്നില്ല. ഒരു വിപ്ലവ കവി പോലും ഇത്രത്തോളം. അതെ, കാരണം കവി എപ്പോഴും പാവപ്പെട്ടവനോടാവണം. ഒരു യഥാർത്ഥ കവി പാവപ്പെട്ടവനോടാവണം, പണക്കാരനോടാവാൻ പാടില്ല. അത് പാവപ്പെട്ടവൻ്റെ ദുഃഖങ്ങളും പാവപ്പെട്ടവൻ്റെ സ്വപ്നത്തിൻ്റെ തകർച്ചയൊക്കെ അവൻ കാണുകയും അതിനെക്കുറിച്ച് എഴുതുകയും വേണം. അത് വായിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് പാവങ്ങളുടെ അനുഗമ തോന്നും. ശരിയാണല്ലോ ഇത് പറയുന്നത് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എൻ്റെ ഒരു ആശയം താനേ വരും, എഴുതുമ്പോൾ താനേ വരും. സാറിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതെ, യേശുദാസ് സാറ്, ദക്ഷിണാമൂർത്തി സാറ്, സ്വാമി, ജയചന്ദ്രൻ, അർജുനൻ, എം.എസ്. വിശ്വനാഥൻ, ദേവരാജൻ, ബാബുരാജ്, അങ്ങനെ ഒരുപാട് ശ്രീനിവാസൻ. അതെ, രാഘവ മാസ്റ്റർ. മലയാള ഗാനത്തിൻ്റെ ഒരു സുവർണ്ണകാലം. അതെ അല്ലേ? ഇവിടെ യേശുദാസുമായിട്ട് അത്രത്തോളം വ്യക്തിബന്ധമുണ്ട്. എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യേശു എന്ന് വിളിക്കുന്ന 1-2 പേരിൽ ഒരാളാണ് സാറ്. എങ്ങനെയാണ് ആ ഒരു? അത് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു സത്യമുണ്ട്. കാരണം വയലാർ മത്സരിച്ചത് തൻ്റെ സമാന മത്സരും പിന്നെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുമായ പി. ഭാസ്കരൻ്റെ ONV ആയിട്ടാണ്. ഭാസ്കരൻ മാഷ് മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ജീവിച്ച വയലാറും ONV ആയിട്ടാണ്. ONV മത്സരിച്ചത് പി. ഭാസ്കരനും വയലാറിനുമായിട്ടാണ്. പക്ഷേ ഞാൻ മത്സരിച്ചത് എൻ്റെ ഗുരുക്കന്മാരുമായിട്ടാണ്. ഈ 3 പേരുമായിട്ടാണ് ഞാൻ മത്സരിച്ചത്. ഞാൻ മത്സരിച്ചത് എൻ്റെ സഹപ്രവർത്തകരായിട്ടല്ല, ഗുരുതുല്യനുമായിട്ട്. എൻ്റെ പ്രായമുള്ള ഒരു പാട്ടെടുത്താനൊന്നുമില്ല, ഞാൻ മത്സരിച്ചിട്ടില്ല. കാരണം 26 വയസ്സിൽ ഞാൻ വരുമ്പോൾ ഇവർ 3 പേരേ ഉള്ളൂ. അത് ONV വളരെ കുറച്ച് എഴുതാൻ, ONV പ്രൊഫസറാണ്, എഴുതാൻ പറ്റില്ല. അപ്പോൾ ബാലമുരളി എന്നുള്ള തൂര്യാനാമത്തിൽ വല്ലപ്പോഴും എഴുതും, അത്രയേ ഉള്ളൂ. പക്ഷേ പി. ഭാസ്കരൻ വയലാർ ഷെയർ ചെയ്യുക പടകൾ ആ കാലഘട്ടത്തിലാണ്.
യൂസഫ് അലി കേച്ചി വന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഫേസ് കിട്ടിയില്ല. ശരി. വന്നു അദ്ദേഹം 63 മറ്റേ ഇത് മൂടുപട സിനിമയിൽ വന്നു ഒരു പാട്ടുമായിട്ട്, പക്ഷേ കിട്ടിയില്ല. അപ്പം ഞാൻ വന്ന് ഈ 3 പേരിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ഈയിടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, എൻ്റെ അടുത്ത് മലയാളത്തിൽ വലിയ തിരക്കഥാകൃത്ത്, പേര് പറയുന്നില്ല, എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പറയുന്നില്ല, ഒരു തിരക്കഥാകൃത്ത് എന്നെ കണ്ടു, കുഞ്ഞേ നീ എന്തിനാ ഈ പാടുവേല ചെയ്യുന്നത്? നിനക്ക് ഈ 3 പേരെ തൊടാൻ പറ്റൂ? പി ഭാസ്കരൻ, വയലാർ, ONV എന്ന് പറഞ്ഞ 3 മഹാരഥന്മാരുടെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രായം കുറഞ്ഞ് നീ വന്ന് അവരുമായിട്ട് മനസ്സിലായി നിനക്ക് ഇവിടെ തൊടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടോ. ആ, നീ പോയി എഞ്ചിനീയറിംഗ് ജോലി തിരിച്ചു പോകും, ജീവൻ പാഴാക്കാതെ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം തിരക്കഥ ഒരു പടത്തിൽ എനിക്ക് പാട്ട് എഴുതിച്ചില്ല. അതെ, പക്ഷേ ഞാൻ പറയട്ടെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാദം, ചേട്ടാ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. പരിശ്രമിക്കട്ടെ. ട്രൈ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, അവരെ തൊടാൻ പറ്റുമെന്ന്. തൊടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോയിട്ട് കെട്ടിടം കെട്ടാൻ പോയിട്ട് കാമ്പൗണ്ട് ആളുകൾ കെട്ടി ജീവിക്കാം, ജീവിക്കാൻ മാർഗമുണ്ടല്ലോ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മഹത്യ പറഞ്ഞിട്ടുള്ളതാണ്. SSLC ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാതെ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഈ ഒരു ഫീസ് കൊടുക്കുന്ന ദിവസമുണ്ട്, പിന്നെ ഫൈൻ കൂട്ടി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ഫൈൻ കൂട്ടിയും കൊടുത്തില്ല. അപ്പോൾ ക്ലാസ് പുറത്താക്കി. പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്ററുടെ ഇത് വരും, ഹെഡ് മാസ്റ്ററുടെ കത്ത് വരും, നോട്ടീസ്. അപ്പോൾ അധ്യാപകൻ പറയും, ദ ഫോളോയിങ് സ്റ്റുഡൻസ് ആർ ഫോളോയിങ് നെയിംസ് ആർ റിമൂവ്ഡ് ഫ്രം ദ റോഡ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ റോഡ്സ് നമ്മൾ പേര് മാറ്റി, വെട്ടി. ക്ലാസ് എനിക്ക് പുറത്ത് വന്നു. ഞാൻ വളരെ ദുഃഖിച്ചു, കരഞ്ഞു. അന്ന് രാത്രിയിൽ എൻ്റെ കണക്ക് പുസ്തകം, എൻ്റെ ആത്മഹത്യയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണക്ക് പുസ്തകത്തിൽ ഞാനൊരു പടം വരച്ചിട്ട്, ഞാനിന്ന് കുറച്ച് വരയ്ക്കുമായിരുന്നു, ഒരു പടം വരച്ചിട്ട് അതിനകത്ത് നിർമ്മാണം സംവിധാനം ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പി എന്നെഴുതി നോക്കിക്കൊണ്ടിരുന്നു, എഴുതി വെച്ചു. അത് കഴിഞ്ഞ് അത് 15-ാം വയസ്സിലാണ്. 15-ാമത്തെ വയസ്സിലാണ്. 15-ാമത്തെ വയസ്സിലാണ്. 18 വർഷം കഴിഞ്ഞ് ഞാൻ പടം എടുത്തു സ്വന്തമായിട്ട്. എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി എൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്തു, ചന്ദ്രകാന്ത്. അതാണ് യു ഷുഡ് ഹാവ് എ ഡ്രീം. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം, പക്ഷേ ആ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങിയാൽ പോരാ, പരിശ്രമിക്കണം, സ്വപ്നത്തിന് വേണ്ടി അധ്വാനിക്കണം. ആ സ്വപ്നത്തിൻ്റെ നമ്മുടെ മുന്നിൽ ആ സ്വപ്നം ഉണ്ടായിരിക്കണം. അത് നക്ഷത്രം പോലെ, ഒരു ലോഡ് സ്റ്റാർ പോലെ നമ്മൾ നക്ഷത്രമായിട്ട് ലക്ഷ്യം അവിടെ നിൽക്കും. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്, വളരെ പ്രയാസമാണ്, നമുക്ക് എത്താൻ പറ്റില്ല, പക്ഷേ നടന്നുകൊണ്ടേയിരിക്കണം, നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ പലരും എതിർക്കും, പലരും കളിയാക്കും, അതും നമ്മളെ ബാധിക്കാൻ പാടില്ല. നമുക്കൊരൊറ്റ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഈ നിമിഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞു വെച്ച ഒരു വാക്ക്, കാരണം നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യമാകും. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിലെ അധ്യാപകൻ, എഞ്ചിനീയർ, അങ്ങനെയുള്ള ഒരു പദവികൾ, അതിനിടയിൽ ഒരു സിനിമാക്കാരൻ എന്നുള്ളത്, അപ്പോൾ ആഗ്രഹിച്ച ഒരു സ്വപ്നങ്ങളൊക്കെയും നേടിയെടുത്തു എന്ന് ആ ഒരു സന്തോഷം അല്ല. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മുടെ സൂര്യ TV, അതായത് നമ്മുടെ സൺ TV നെറ്റ്വർക്ക് എനിക്കൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് തന്നു. അപ്പോൾ അതിൽ അവർ എഴുതിയിരിക്കുന്നത് ദ ലെജൻഡ് ഇൻ മലയാള സിനിമ എന്നല്ല, ദി ലെജൻഡ് ഇൻ ഇന്ത്യൻ സിനിമ എന്നാണ്. അപ്പോൾ അത് തന്ന അവരുടെ പ്രധാന ഞാൻ ചോദിച്ചു, ഈ ലെജൻഡ് ഇൻ ഇന്ത്യൻ സിനിമ ഈ 3000 പാട്ടും 85 തിരക്കഥയും 30 പടം ഡയറക്ഷനും 26 ഓൺ പ്രൊഡക്ഷൻ വേറൊരാൾ ഇന്ത്യയിലില്ല. ഇത് അഹങ്കാരം പറയല്ല കേട്ടോ, തള്ളുകല്ല, ഇത് അവർ പറഞ്ഞതാണ് സൂര്യ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ചോദിച്ചു, നിങ്ങളത് ഇന്ത്യൻ സിനിമ എന്ന് എഴുതിയിരിക്കുന്നത്? ഇന്ത്യൻ സിനിമയാണ് സാറിന്, യു ഹാവ് ഡൺ സോ മച്ച് വർക്ക്. അത് മലയാളത്തിലായിപ്പോയി, ഹിന്ദിയിലായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടേനെ. മലയാളത്തിൽ ഇപ്പോഴും പരിമിതി ഉണ്ടല്ലോ, ശരിയാ, നമ്മുടെ ഒരു കൊച്ചു ഭാഷയല്ലേ. ഇപ്പോൾ താങ്കൾ എന്ന ഒരു ചലച്ചിത്രകാരൻ ഇത്രയേറെ സിനിമകളെടുത്തു, അത് സിനിമയുടെ എല്ലാ മേഖലകളിലും, അത് ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല ഈ ടെലിവിഷൻ മേഖലയിലായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു അർഹമായൊരു പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പത്മഭൂഷണോ പത്മവിഭൂഷണോ ആണെങ്കിലില്ല. ഇപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയോ കേന്ദ്ര സംഗീത അക്കാദമിയോ അവാർഡാണെങ്കിൽ ഇല്ല. പക്ഷേ ജനങ്ങൾ
അപ്പോൾ ജനങ്ങൾ എൻ്റെ കൂടെയാണ്. അതെ അതെ. അതിപ്പോൾ എനിക്ക് യാതൊരു സംശയമില്ല. അവിടെ എൻ്റെ ഒരു പോസ്റ്റിന് കിട്ടുന്ന അഭിനന്ദനം, യൂട്യൂബിൽ ഞാൻ എഴുതി കിട്ടുന്ന ജനപിന്തുണ, ഞാൻ പ്രഭാഷണം നടത്തുന്ന സ്ഥലത്ത് എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, ഞാൻ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ കൂടുന്ന ജനങ്ങൾ, ഇതിൽ കൂടി തെളിവ് ആവശ്യമില്ല. ഇപ്പോഴും സെൽഫികളുമായിട്ട് യുവാക്കളും കുട്ടികളടക്കം വരുന്നുണ്ട്. അതെ, 86 വയസ്സായി. ഇപ്പം എനിക്ക് 86 വയസ്സായി. 26 വയസ്സിലാണ് പാട്ട് എഴുതി തുടങ്ങിയത്. ആക്ച്വലി 25 വയസ്സ് എഴുതി 26 വയസ്സിൽ പടം ഇറങ്ങിയത്. നമ്മൾ പടം ഇറങ്ങുന്ന പോലെ പറയുള്ളൂ. അപ്പോൾ 26 വയസ്സിൽ ആദ്യത്തെ പാട്ട് എഴുതി, ഇപ്പം 86 വയസ്സായി. കഴിഞ്ഞ മാസം ഒരു പാട്ട് എഴുതി, ഒരു ധനുഷ്കോടിയിലേക്ക് ഒരു പടത്തിന്. ധനുഷ്കോടി. അപ്പോൾ ഒരു പാട്ട്. ഇപ്പം അങ്ങനെ ഒരു പാട്ടൊക്കെ എഴുതുള്ളൂ. അപ്പം അങ്ങനെ ഈ 60 വർഷം കഴിഞ്ഞു ഈ ചലച്ചിത്ര രംഗത്ത്. പാട്ടെഴുത്തിൻ്റെ 60 വർഷം. പക്ഷേ സാഹിത്യ രംഗത്ത് 75 കൊല്ലമായി. എൻ്റെ ആദ്യ കവിത കുന്നും കുഴിയും, ആദ്യത്തെ കഥ തോമാച്ച നീ എന്നെ മറക്കുമോ, രണ്ടും എഴുതി 11 വയസ്സിലാണ്. 11ാമത്തെ വയസ്സിൽ. അപ്പോൾ ഈ 11 വയസ്സിൽ എഴുതിയത് ഇന്ന് 75 കൊല്ലമായി സാഹിത്യത്തിൽ. എഴുത്തിൽ 75 കൊല്ലമായി. അപ്പോൾ ഇത് ഞാനൊന്നും അവകാശപ്പെടും. ഇത് ഇപ്പോൾ 60 വർഷമായി എന്നുള്ളതിൽ ഞാനറിഞ്ഞ മലയാള മനോരമ പത്രം അറിയുന്നത്, അവരെന്നെ വിളിക്കുന്നത്. സാറിന് 60 വർഷം കഴിഞ്ഞു, ഞങ്ങളൊരു ആദരവ് തരും സാറിന്. അങ്ങനെയാണ് ആ ചടങ്ങ് നടന്നത്. യേശുദാസ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ആ മഹാഗായകനും താങ്കളും ആണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ, അനശ്വര ഗാനങ്ങൾ നമുക്ക് ആസ്വാദകർക്ക് സമ്മാനിച്ചത്. ഏതാണ്ട് 500-ൽ അധികം ഗാനങ്ങൾ. അപ്പം അദ്ദേഹത്തോട് വ്യക്തിപരമായി അത്രത്തോളം ബന്ധമുണ്ട് താങ്കൾക്ക് കുടുംബവുമായിട്ട്. യേശു എന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന 1-2 പേരിൽ ഒരാളാണ് താങ്കൾ. എങ്ങനെയാണ് ആ ഒരു ബന്ധത്തെ ഓർത്തെടുക്കുന്നത്? അപ്പം നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു ഓണപ്പാട്ട്. യേശുദാസിന് പി ഭാസ്കരൻ അവാർഡ് കൊടുക്കുമ്പോൾ കൊടുങ്ങല്ലൂരിൽ വെച്ച്, പി ഭാസ്കരൻ്റെ നാടാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ ഭാസ്കർ മാസ്റ്റർ പേരിലുള്ള, ഞാൻ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരിയാണ്. അപ്പോൾ യേശുദാസിന് പുരസ്കാരം കൊടുങ്ങല്ലൂർ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. മറ്റുള്ള ഗായകരിൽ നിന്ന് യേശുദാസിനുള്ള പ്രത്യേകത എന്താണ്? ഒറ്റ വാക്കി പറയാം, യേശുദാസിൻ്റെ കണ്ഠത്തിൽ ദൈവം ഒന്ന് തൊട്ടു. യേശുദാസിൻ്റെ കണ്ഠത്തിൽ ഈശ്വരന് തൊട്ടു അത് ഇങ്ങ് പോന്നു. അതുകൊണ്ടാണ് അദ്ദേഹം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മാത്രമല്ല ആലാപന വിശുദ്ധിയിലും ശാസ്ത്രീയ ബോധത്തിലും അക്ഷരശുദ്ധിയിലും ശരിയോ അദ്ദേഹം തോൽപ്പിക്കാൻ മറ്റൊരു പാട്ടുകാരൻ മലയാളത്തിലില്ല. അതൊരു സത്യമാണ്, നിഷേധിക്കാൻ പറ്റില്ല. ഒരു സമർപ്പണം അല്ലേ? സമർപ്പണം. പിന്നെ അത് സംഗീതത്തിനായിട്ട് സമർപ്പിച്ച ജീവിതമാണ് അദ്ദേഹം. അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ യേശു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യേശുദാസിനെ യേശു എന്ന് വിളിക്കുന്ന 3-4 പേരേ ഉള്ളൂ. ദേവരാജ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, ഞാൻ. അങ്ങനെ യേശു എന്ന് വിളിക്കുന്നത്. ബാക്കിയെല്ലാം ദാസേട്ടൻ, ദാസപ്പൻ എന്നൊക്കെ വിളിക്കും, ദാസെന്നൊക്കെ വിളിക്കുന്നത്. യേശു എനിക്ക് എന്തെങ്കിലും എഴുതിയാലും താഴെ എന്ന് സ്വന്തം യേശു എന്നായിരുന്നു, എന്ന് സ്വന്തം യേശു എന്നാണ്, സ്വന്തം യേശു എന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ ബന്ധം അതാണ്. ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ്. പരിചയപ്പെട്ട കാലം ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല, 2 സഹോദരന്മാരെ പോലെ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ യേശുദാസിൻ്റെ അമ്മച്ചിക്ക് ഞാൻ മകനായിരുന്നു. അപ്പോൾ എൻ്റെ ചലച്ചിത്ര ജീവിതം ഈ ആത്മകഥ പോലെ തന്നെ എൻ്റെ ചലച്ചിത്രത്തിന് ഒരു ആത്മകഥയുണ്ട്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും ആ പുസ്തകത്തിൻ്റെ പേര്. അത് മനോരമ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും പുസ്തകത്തിൽ ഒരു അധ്യായത്തിൻ്റെ പേര് യേശുദാസിൻ്റെ അമ്മച്ചി എൻ്റെ മറ്റൊരമ്മ എന്നാണ്. ഒരധ്യായത്തിൻ്റെ പേര്. ഇതിൽ കൂടുതൽ നമുക്കൊരു തെളിവ് ആവശ്യമില്ല. അപ്പോൾ അതാണ് എനിക്ക് ആ കുടുംബമായിട്ടുള്ള, യേശുദാസ് മാത്രമല്ല കുടുംബവുമായിട്ടുള്ള ബന്ധം. ഞാൻ അവിടുത്തെ ഒരു അംഗമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, അമ്മച്ചി ഉള്ളപ്പോൾ. ബിക്കോസ് ഓഫ് ഹെർ ലവ്, എന്നോടുള്ള അവരുടെ വാത്സല്യം കൊണ്ട് ഞാൻ എപ്പോഴും പോകുമായിരുന്നു, അമ്മച്ചി കാണാൻ പോകുമായിരുന്നു. പിന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ യേശുദാസ് ഇപ്പോൾ പറയാൻ സമയമില്ല. എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ യേശുദാസിന് ചെയ്യാൻ പറ്റാതിരുന്ന കാരണങ്ങൾ അമ്മച്ചി പറയും ചെയ്യിച്ചിട്ടുണ്ട്. അതിൽ പറയേണ്ട ആവശ്യമില്ല. നീ അത് ചെയ്യണം, കൂടുതൽ വർത്താനം പറയാം, തമ്പിയല്ലേ നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അമ്മച്ചി എന്നെ ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്തൊരു വ്യക്തിത്വമാണ് അവർ. അപ്പോൾ യേശുദാസിൻ്റെ വളർച്ചയ്ക്കും കാരണം അവരുടെ മഹത്വമാണ്. കാരണം നമ്മുടെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, അത് ജ്യോതിഷത്തിൻ്റെ പിൻബലത്തിലാണ്. കാരണം ജ്യോതിഷത്തിൽ ചന്ദ്രൻ
മാതൃകാരകനും മനക്കാരകനുമാണ്. എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ അമ്മയെക്കുറിച്ച് പറയണമെങ്കിൽ അയാളുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ എവിടെ നിൽക്കും നോക്കണം. അതായത് ഒരാളുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ എവിടെ നോക്കിയിട്ടാണ് അമ്മ നല്ലതാണോ ചീത്തയാണെന്ന് പറയുക, അമ്മ എങ്ങനെ പറയുക. അയാളുടെ മനക്കാരത്തെ, അയാളുടെ മനസ്സിനെക്കുറിച്ച് പറയുന്നതും ചന്ദ്രനാണ്. ഇയാളുടെ മനസ്സെങ്ങനെയാണ് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നില നോക്കിയാണ്. അപ്പോൾ എന്താ അർത്ഥം? അമ്മയാണ് അവൻ്റെ മനസ്സ്. ഒരു പുരുഷൻ്റെ മനസ്സ് അവൻ്റെ അമ്മയെ പോലിരിക്കും. എത്ര വലിയ ശാസ്ത്രമെന്ന് ആലോചിക്കണം, എത്ര വലിയ ജനറ്റിക്സാണ്. ഇപ്പം അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നത് നമ്മൾ ജ്യോതിഷം, അത് പറഞ്ഞോട്ടെ, പറയുന്നവർ പറഞ്ഞോട്ടെ. പക്ഷേ പഠിക്കുന്നവർക്ക് പഠിക്കാമല്ലോ. ഞാൻ ജ്യോതിഷം പഠിച്ചത് എനിക്ക് അന്ധവിശ്വാസം അറിഞ്ഞുകൊണ്ട് ഞാൻ പഠിച്ചത്. ഞാൻ കണ്ടെത്തി, ഇതുപോലെ ചില മുത്തുകൾ കണ്ടെത്തിയാണ്. അത് മനക്കാരകനും മാതൃകാരകനും ചന്ദ്രൻ. അപ്പോൾ എന്താണ്? യേശുദാസൻ്റെ നന്മയും വളർച്ചയും അമ്മയുടെ മനസ്സാണ്, ആ അമ്മച്ചിയുടെ മനസ്സാണ്. കന്യാമർഷി എൻ്റെ അമ്മയുടെ മനസ്സാണ് എൻ്റെ വളർച്ച, യാതൊരു സംശയമില്ല. ഇത് ശാസ്ത്രമാണ്, ജനറ്റിക്സ് എന്ന് പറയാം വേറൊരു തരത്തിൽ. അപ്പോൾ നമ്മുടെ എല്ലാത്തിനെയും അന്ധവിശ്വാസം നമ്മൾ തള്ളരുത്. അന്ധവിശ്വാസങ്ങളിൽ ഒരുപാട് മൂടിക്കിടക്കുന്ന, ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് ശാസ്ത്ര സത്യങ്ങളുണ്ട്. ഇപ്പോൾ സാർ ഒരുപാട് നന്ദി ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ഓണവിശേഷങ്ങളിൽ നിന്ന് തുടങ്ങി താങ്കളുടെ ആ ഒരു സംഗീതയാത്ര, ചലച്ചിത്ര സപര്യ, അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ച് കടന്നു പോകാൻ സാധിച്ചു. ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി താങ്കൾക്ക് വളരെ സന്തോഷം. ഓണാശംസകൾ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക്സ്.